ഹേയ് ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ഏറെ നാളായിട്ട് കാത്തിരുന്ന എയ്തർ കമ്മ്യൂണിറ്റി ഡേ 2024 അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആകുന്നതിന് കൂടെ തന്നെ എയ്തർ റിസ്ത അവർ ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന റിസ്തയുടെ മെയിൻ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു ക്വിക്ക് വീഡിയോ ആണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ്, വേറെ ഒന്നുമല്ല. എയ്തർ റിസ്ത വരുന്നത് 3 വേരിയൻസിലാണ്. ആദ്യത്തെ വേരിയൻറ്റ് വന്നിട്ട് റിസ്ത എസ്, അതായത് 2.9 കിലോവാട്ട് ബാറ്ററി പാക്ക് വേരിയൻറ്റിലാണ് വരുന്നത്. രണ്ടാമത് വന്നിട്ട് റിസ്ത ഇസഡ്, അത് 2.9 കിലോവാട്ട് ബാറ്ററി പാക്ക് വേരിയൻറ്റിലും. മൂന്നാമത്തെ വന്നിട്ട് റിസ്ത ഇസഡ് 3.7 കിലോവാട്ട് ബാറ്ററി പാക്ക് വേരിയൻറ്റ്. അങ്ങനെ 3 ബാറ്ററി പാക്ക് വേരിയൻറ്റിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയൊക്കെ നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് ഇന്നത്തെ ഇവൻറ്റിനകത്ത് എന്തൊക്കെ മേജർ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞത് റിസ്ത ലോഞ്ചായി, അതിൻ്റെ കൂടെ തന്നെ വേറെ 2 അപ്ഡേറ്റ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് എയ്തർ സ്റ്റാക്ക് 6, അതായത് ഒരു OT അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇന്ന് വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു അപ്ഡേറ്റ് ഉള്ളത് എയ്തറിൻ്റെ ഹലോ ഹെൽമെറ്റ് ഉണ്ട്. അപ്പോൾ അതും അങ്ങനെ ഫൈനലി ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ആ വീഡിയോയിട്ട് പോകുന്ന മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ അങ്ങനെ എയ്തർ എനർജിയുടെ ഭാഗത്ത് നിന്ന് 4ാമത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 450X ഉണ്ട്, 450S ഉണ്ട്, പിന്നെ 450 അപ്പെക്സ് ഉണ്ട്. അപ്പോൾ അത് കൂടാതെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടിയായിട്ടാണ് എയ്തർ റിസ്ത ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഏറെ നാളായിട്ട് കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആണ്. അവർ റിസ്ത ഇറങ്ങാൻ പോകുന്നു, അത് ഏപ്രിൽ 6-ാം തീയതി ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഡേ ആണ് ഏപ്രിൽ 6 എന്നുള്ളത്. അപ്പോൾ ഫൈനലി അങ്ങനെ എയ്തർ അത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എയ്തർ റിസ്ത ലോഞ്ച് ചെയ്യുന്ന കൂടെ തന്നെ അവർ ഹലോ ഹെൽമെറ്റ്, അത് ആക്ച്വലി ഒരു ഒരു സീക്രട്ട് ആക്സസറി ആയിട്ടാണ് അവർ അനൗൺസ് ചെയ്തത്. അപ്പോൾ അതും അങ്ങനെ ലോഞ്ച് ആയിരിക്കുകയാണ്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് ആക്ച്വലി 15,000 ആണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് 13,000, അതായത് 12,999 റുപ്പീസ് നിങ്ങൾക്ക് ഹലോ ഹെൽമെറ്റ് സ്വന്തമാക്കാം. ഹലോ ഹെൽമെറ്റ് വന്നിട്ട് ആക്ച്വലി ഒരു സ്മാർട്ട് ആക്സസറി ആണ്. അത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ആഡ് ഓൺ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ കുറേ നാൾ മുന്നേ നമ്മൾ കുറേ വീഡിയോസ് കണ്ടു, ഹലോ ഹെൽമെറ്റ് അവർ സീക്രട്ട് ആക്സസറി ഇറക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതൊരു വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഫൈനലി ഇത് ലോഞ്ച് ആയിട്ടുണ്ട്. രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് എയ്തർ സ്റ്റാക്ക് 6 എന്നുള്ള OT അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മെയിൻലി പറയാനുള്ളത് നമുക്ക് വാട്സപ്പ് മെസ്സേജസ് ഒക്കെ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. അതാണ് മേജറായിട്ട് ചേഞ്ച് വരുന്നത്. അത് മാത്രമല്ല ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്, കാരണം വേറെ ഒന്നും എല്ലാവരും കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ കിട്ടുന്നവർക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. കൂടെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അതിൽ കൺഫേം ന്യൂസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് GPS കുറച്ചും കൂടി റിഫൈൻഡ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ നമുക്ക് മെയിൻലി ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പ് മെസ്സേജസ് നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. അങ്ങനെ മേജർ ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഇതുവരെ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ 450X മാത്രമായിരിക്കും അപ്ഡേറ്റ് വരാൻ പോകുന്നത്. അതായത് റിസ്തയ്ക്കകത്തും ഉണ്ടാവും, അതായത് 450X ഈ അപ്ഡേറ്റ് ഉണ്ടാവും. 450S അതുപോലെ അപ്പെക്സും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കൺഫേം ന്യൂസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ചെയ്യാം സബ്ജക്റ്റിൽ. അടുത്ത നമുക്ക് ഏത് റിസ്റ്റേർഡ് അപ്ഡേറ്റിലേക്ക് കിടക്കാം. ആക്ച്വലി ഈ വണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത് മെയിൻലി വന്നിട്ട് iQube ആയിട്ടായിരിക്കും, അതുപോലെ ഓലയുടെ S1 എയറുമായിട്ടും, അതുപോലെ എയ്തറിൻ്റെ 450S ആയിട്ടായിരിക്കും കോമ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 വണ്ടികളായിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3 വേരിയൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യാം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വേരിയൻറ്റ് എയ്തർ റിസ്ത എസ് 2.9 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും, എയ്തർ റിസ്ത ഇസഡ് 2.9 കിലോവാട്ട് ബാറ്ററി പാക്കും, എയ്തർ റിസ്ത ഇസഡ് 3.7 കിലോവാട്ട് ബാറ്ററി പാക്ക്. ഈ 3 വേരിയൻറ്റ് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സിമിലാരിറ്റീസ് നോക്കാം. അപ്പോൾ നമുക്ക് 3 വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്നത് PMSM ബെൽറ്റ് ഡ്രിവൺ ഒരു മിഡ് ഡ്രൈവ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ 450X'നകത്തുള്ള അതേ ഒരു മോട്ടറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് 0 to 40 അച്ചീവ് ചെയ്യാൻ വേണ്ടി 3.7 സെക്കൻഡ്സ് മതി. അത് വേറെ കാര്യമുള്ളത് 3 പേരിനകത്ത് പ്രോ പാക്ക് നിങ്ങൾ അഡീഷണലി വാങ്ങിക്കേണ്ടി വരും. നമ്മൾ ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ 3 വണ്ടിക്കകത്ത് വരുന്നത് 56 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് മൊബൈൽ ചാർജിങ് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മൊബൈൽ ചാർജിങ് പോയിന്റ് വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട് 3 പേരിൻ്റെ അകത്ത്. അടുത്ത നമുക്ക് 3 പേര് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ ഡിഫറൻസസ് ആണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ റിസ്ത എസിൻ്റെ 2.9 കിലോവാട്ട് ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിരുന്നത് 2.9 കിലോവാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് വരുന്ന ഡിസ്പ്ലേ വന്നിട്ട് നോൺ ടച്ച് ഡിസ്പ്ലേ ആണ്. അത് നമ്മുടെ 450Sൻ്റെ അകത്തുള്ള പോലത്തെ അതേ ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരുന്നത്. അതിൽ DPU ടെക്നോളജി അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 450Sൻ്റെ ഡിസ്പ്ലേ അറിയാം, അത്ര നല്ല ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ ടച്ച് സ്ക്രീൻ അല്ലാതെ മാത്രമുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ സെയിം ഡിസ്പ്ലേ ആണ് റിസ്ത S 2.9 കിലോവാട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ വണ്ടി റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 123 കിലോമീറ്ററാണ് IDC റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ റിയൽ റേഞ്ച് എന്ന് പറയുന്നത് 105 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ടോപ്പ് സ്പീഡ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 80 km/h ആണ്. അടുത്ത വണ്ടി പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി എക്സ്ഷോറൂം വിലയായ 1,09,999 രൂപയ്ക്കാണ് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതായത് റിസ്ത S 2.9 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അടുത്ത നമ്മൾ റിസ്ത ഇസഡ് 2.9 കിലോവാട്ട് ബാറ്ററി പാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി പ്രൈസ് വരുന്നത് 1,24,999 രൂപ എക്സ്ഷോറൂം വിലയ്ക്കാണ് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം. അതിൻ്റെ IDC റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 123 കിലോമീറ്റർ ആണ്. അതുപോലെ റിയൽ റേഞ്ച് എന്ന് പറയുന്നത് 105 കിലോമീറ്റർ ആണ്. നമുക്കിപ്പോൾ അതിൻ്റെ ബാറ്ററി പാക്ക് നമുക്ക് പേര് തന്നെ ഉള്ള പോലെ 2.9 കിലോവാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. നോൺ റിമൂവബിൾ ടൈപ്പാണ്. ഈ 3 പേരിനകത്ത് നോൺ റിമൂവബിൾ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ 80 km/h ആണ് ടോപ്പ് സ്പീഡ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അടുത്ത നമ്മൾ റിസ്ത ഇസഡ് ടോപ്പ് എൻഡ് വേരിയൻ്റായ 3.7 കിലോവാട്ട് ബാറ്ററി പാക്ക് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ 3.7 കിലോവാട്ട് ലിഥിയം അയൺ നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ IDC റേഞ്ചിന് കമ്പനി അവകാശപ്പെടുന്നത് 160 കിലോമീറ്ററാണ്. അതിൻ്റെ റിയൽ റേഞ്ച് എന്ന് കമ്പനി പറയുന്നത് 125 കിലോമീറ്റർ റിയൽ റേഞ്ചും കമ്പനി അവകാശപ്പെടുന്നുണ്ട്.
അതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് സെയിം തന്നെയാണ്, 80 km/h തന്നെയാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,44,999 രൂപയ്ക്ക് എക്സ്ഷോറും വരേക്ക് നിങ്ങൾക്ക് റിസ്റ്റ ഇസഡ് 3.7 kW ബാറ്ററി പാക്ക് വേരിയൻറ്റ് സ്വന്തമാക്കാം. അടുത്ത നമ്മൾ പ്രോ പാക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വണ്ടിക്കകത്ത് 3 റേറ്റിലാണ് പ്രോ പാക്ക് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. നമുക്കിപ്പം 2.9 kW എസ് വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 13,000 അഡീഷണൽ എടുത്താൽ നിങ്ങൾക്ക് പ്രോ പാക്ക് സ്വന്തമാക്കാം. അതേസമയത്ത് നിങ്ങൾ ഇസഡ് 2.9 ആണെങ്കിൽ നിങ്ങൾക്ക് 15,000 നിങ്ങൾ അഡീഷണൽ പേ ചെയ്യണം. നേരെ മറിച്ച് നിങ്ങൾ ടോപ്പ് എൻഡായ 3.7 kW ഇസഡ് വേരിയൻ്റാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 20,000 രൂപ നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് പ്രോ പാക്ക് കിട്ടണമെങ്കിൽ. ഇവ കമ്പനി പ്രീ ബുക്കിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 999 രൂപ നിങ്ങൾക്ക് വണ്ടി പ്രീ ബുക്ക് ചെയ്യാം. അത് 100% റീഫണ്ടബിൾ ആണ്. കാരണം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിലാണ്. ജൂലൈ 2024 ഡെലിവറി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ 999 രൂപ നിങ്ങൾക്ക് ഫുള്ളി റീഫണ്ട് ചെയ്യുമെന്ന് ഏതൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണേ. കാരണം വേറെ ഒന്നല്ല, ജസ്റ്റ് ക്വിക്ക് അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഉടനെ ചാനലിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. കൂടെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.